വെൽക്കം ടു ക്യൂ മാസ്റ്റർ. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഉത്തരം ആലപ്പുഴ. ലതാ മങ്കേഷ്കർ സമ്മാനം നൽകുന്ന സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നത്? ഉത്തരം കുങ്കുമം. ഒരു വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് എന്താണ്? ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ എന്ന് വിളിക്കപ്പെടുന്ന ബ്ലാക്ക് ബോക്സ് ഫ്ലൈറ്റ് സമയത്ത് ഒരു വിമാനം എടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു ഉപകരണമാണ്. എന്താണ് ഹിക്കി കോമോറി? ഉത്തരം ജപ്പാനിൽ ജോലി ചെയ്യുന്ന ഏകദേശം 1.5 ദശലക്ഷം ആളുകൾ സാമൂഹിക ഏകാന്തരായി ജീവിക്കുന്നതായി ഒരു സർക്കാർ സർവേ കണ്ടെത്തി. ജാപ്പനീസ് ഈ ആളുകളെ ഹിക്കി കോമോറി അല്ലെങ്കിൽ സാമൂഹിക സമ്പർക്കം ഒഴിവാക്കുന്ന ആളുകൾ എന്ന് വിളിക്കുന്നു. ഏപ്രിൽ വിഡ്ഢികളുടെ ദിനം. എന്തുകൊണ്ടാണ് ഇത് ഏപ്രിൽ 1 ആഘോഷിക്കുന്നത്? 16-ാം നൂറ്റാണ്ടിൽ ഗ്രിഗറി 13-ാമൻ മാർപ്പാപ്പ ഗ്രിഗോറിയൻ കലണ്ടർ സ്ഥാപിച്ച കാലത്താണ്. ഈ കലണ്ടർ ജനുവരി 1 പുതുവർഷത്തിന്റെ തുടക്കമായി സ്ഥാപിച്ചു. ജൂലിയൻ കലണ്ടർ പ്രകാരം ഏപ്രിൽ 1 പുതുവർഷം ആരംഭിക്കുന്നത്. പുതുവത്സരം മാറ്റുന്ന പ്രക്രിയയിൽ പുതുവത്സര ആഘോഷങ്ങളിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്ന ആദ്യത്തെ രാജ്യമായി ഫ്രാൻസ് മാറി. മറ്റു ചില രാജ്യങ്ങൾ പുതുവത്സര ദിനം സ്വീകരിച്ചില്ല. തത്ഫലമായി ഗ്രിഗോറിയൻ കലണ്ടർ പിന്തുടരുന്ന വ്യക്തികൾ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തു. പിന്തുടരാൻ വിസമ്മതിച്ചവരെ പിന്നീട് കളിയാക്കുകയും വിഡ്ഢികളെന്ന മുദ്ര കുത്തുകയും ചെയ്തു. ഇത് ഏപ്രിൽ 1 ഏപ്രിൽ ഫൂൾസ് ദിന ആചാരത്തിന് കാരണമായി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ സഹായിക്കാൻ ഭൂഗർഭ റേഡിയോ സ്റ്റേഷൻ നടത്തിയ 22-കാരി ആര്? ഉത്തരം ഉഷ മേത്ത. 22 വയസ്സുള്ള ഒരു കോളേജ് പെൺകുട്ടിയായി സ്വാതന്ത്ര്യ സമര സേനാനിയായി ആരംഭിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സഹായിച്ച ഭൂഗർഭ കോൺഗ്രസ് റേഡിയോ നടത്തിയിരുന്ന ഇന്ത്യയുടെ യഥാർത്ഥ റേഡിയോ പത്രപ്രവർത്തകരിൽ ഒരാളായിരുന്നു ഉഷ മേത്ത. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ? INS വിക്രാന്ത്. കപ്പൽ ആർട്ട് ഓട്ടോമേഷൻ സവിശേഷത ഉൾക്കൊള്ളുന്നു. ഇത് രാജ്യത്ത് നിർമ്മിച്ച ഏറ്റവും വലിയ കപ്പലാണ്. 18 നിലകളും 14 ഡെക്കുകളും 2300 കമ്പാർട്ട്മെന്റുകളും ഉള്ളതിനാൽ ഇത് ഫ്ലോട്ടിംഗ് സിറ്റി എന്നും അറിയപ്പെടുന്നു. 500 വീടുകളിൽ വെളിച്ചം വീശാൻ കഴിയുന്ന വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കാനാകും. കപ്പൽ വളരെ വലുതാണ്. അതിനുള്ളിൽ 2 ഒളിമ്പിക് പൂളുകളും 2 ഫുട്ബോൾ മൈതാനങ്ങളും സ്ഥാപിക്കാൻ കഴിയും. INS വിക്രാന്തിന് 30 വിമാനങ്ങൾ വഹിക്കാനാകും. 20,000 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച 45,000 ടൺ ഭാരമുള്ള യുദ്ധക്കപ്പലിൽ 16 ആശുപത്രി കിടക്കകളും 250 ടാങ്കർ ഇന്ധനങ്ങളും 2400 കമ്പാർട്ട്മെന്റുകളും അടങ്ങുന്നു. കപ്പലിൽ 1600 വനിതാ ഉദ്യോഗസ്ഥരെയും നാവികരെയും വഹിക്കാൻ കഴിയും. തലയില്ലാതെ ആഴ്ചകളോളം ജീവിക്കാൻ കഴിയുന്നത്? ഉത്തരം പാറ്റ. ശരീരത്തിലെ ഏറ്റവും സജീവമായ പേശി? ഉത്തരം കണ്ണുകളുടെ പേശികൾ. മിക്ക ലിപ്സ്റ്റിക്കിലും അടങ്ങിയിരിക്കുന്നത്? ഉത്തരം മീൻ ചെതുമ്പൽ. ശരാശരി ഒരാൾക്ക് ഉറങ്ങാൻ എത്ര മിനിറ്റ് സമയമെടുക്കും? ഉത്തരം 7 മിനിറ്റ്. പോസ്റ്റ് കാർഡുകൾ ആദ്യമായി ഉപയോഗിച്ച രാജ്യം? ഉത്തരം ഓസ്ട്രിയ. ഇംഗ്ലണ്ടിൽ സഭയിൽ സംസാരിക്കാൻ അനുവാദമില്ലാത്തത് ആർക്ക്? ഉത്തരം സ്പീക്കർക്ക്. 19-ാം നൂറ്റാണ്ട് വരെ സൈബീരിയയിൽ പണമായി ഉപയോഗിച്ചിരുന്നത്? ഉത്തരം കട്ടിയായ ചായ. ബാർകോഡുള്ള ആദ്യത്തെ ഉൽപ്പന്നം? ഉത്തരം റിഗ്ലീസ് ച്യൂയിംഗ് ഗം. ആയുഷ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഏത് സ്ഥാപനത്തിലാണ് വാക്ക് ത്രൂ സംഘടിപ്പിച്ചത്? ഉത്തരം അമൃത വിശ്വവിദ്യാപീഠം. 102 വയസ്സിൽ സ്ഥിതിവിവരക്കണക്കിന് 2023 അന്താരാഷ്ട്ര സമ്മാനം നേടിയ ഇന്ത്യൻ അമേരിക്കക്കാരന്റെ പേര്? കല്യംപുടി രാധാകൃഷ്ണ റാവു. ഏപ്രിൽ 2023 സമാപിച്ച ആർമി, നേവി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ
സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര്? ഉത്തരം എക്സ് കവാച്ച്. 2023 ഏപ്രിൽ 10 ഏത് സംസ്ഥാനത്താണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സഹകരണ മന്ത്രിയുമായ ശ്രീ അമിത് ഷാ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം ആരംഭിക്കുന്നത്? ഉത്തരം അരുണാചൽ പ്രദേശ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക.